ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ, ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുവേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുവേ, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 49 സങ്കീർത്തനം 4 വാക്യം. ഞാൻ സദൃശ്യവാക്യത്തിന് എൻ്റെ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും. ദൈവവചനം മനസ്സിലാക്കുവാൻ ആദ്യം നമ്മൾ കേൾക്കുന്നവരാകണം. ലോകത്തിൻ്റെ ശബ്ദം വലിയതാണെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം പലപ്പോഴും ശാന്തമായും ആഴത്തിലുള്ളതുമാണ്. അതിനാൽ വിശ്വാസി ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ തയ്യാറാകണം. ദൈവവചനത്തിൽ പല സത്യങ്ങളും ഉപമകളിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉപമകൾ സാധാരണ കഥകളായി തോന്നുമെങ്കിലും അതിനുള്ളിൽ ആഴത്തിലുള്ള ആത്മീയ സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിനെ മനസ്സിലാക്കുവാൻ ആത്മീയ വിവേകം ആവശ്യമാണ്. ദൈവം മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തുന്നവനാണ്. ദൈവവചനത്തിലെ ചില കാര്യങ്ങൾ ആദ്യം ഗൂഢമായി തോന്നാം. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ ആ സത്യങ്ങൾ നമുക്ക് വെളിവാകും. സങ്കീർത്തനങ്ങൾ പലതും സംഗീതത്തോടൊപ്പം പാടപ്പെട്ടവയാണ്. സംഗീതവും ആരാധനയും നമ്മുടെ ഹൃദയം ദൈവത്തോട് അടുപ്പിക്കുന്നു. അപ്പോഴാണ് ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ആഴത്തിൽ നമ്മിൽ സ്പർശിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനം ദിനവും കേൾക്കുന്നവരും ഉപമകളിലൂടെ വചനത്തിൻ്റെ ആഴങ്ങൾ നാം മനസ്സിലാക്കുവാനും ആരാധനയിലൂടെയും സ്തുതിയിലൂടെയും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും കേൾക്കുന്ന ഹൃദയവും അന്വേഷിക്കുന്ന മനസ്സും ആരാധിക്കുന്ന ആത്മാവിലൂടെയും മാത്രമേ കഴിയുള്ളൂ. ദൈവത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.